പേര് മോൻ്റെ? സിദ്ധാർത്ഥ. എത്രാം ക്ലാസ്സിലാ? എന്താ പേര് മോളെ? ആ, എത്രാം ക്ലാസ്സിലാ? 5. ഗുഡ്. മോളെ പേരെന്താ? ദേവിന. മോളെ പേരെന്താ? എത്രാം ക്ലാസ്സിലാ? ഗുഡ്. മോളെ പേരെന്താ? എത്രാം ക്ലാസ്സിലാ? 5. മോളെ പേര്? ക്ലാസ് 5. ഗുഡ്. മോളെ പേരെന്താ? ഏത് ക്ലാസ്സിലാ? 5. മോളെ പേര്? ഏത് ക്ലാസ്സിലാ? 5. മോളുണ്ടാക്കിയതാ? മോളെ പേരെന്താ? ഏത് ക്ലാസ്സിലാ? 5 അല്ലേ? ഗുഡ്. മോളെ പേരെന്താ? ഏത് ക്ലാസ്സിലാ? മോളെ പേരെന്താ? ഏത് ക്ലാസ്സിലാ? ഗുഡ് മോർണിംഗ്. നൈസ്. എന്നെ? ഓക്കെ. ഏത് ക്ലാസ്സിലാ? 7. യു? 7. ഇത് മോളുണ്ടാക്കിയതാണോ? നന്നായിട്ടല്ലോ. ഗുഡ്. വെരി ഗുഡ്. എന്താ പേര് മോളെ? ഏത് ക്ലാസ്? ദേവിക. ഏത് ക്ലാസ്സിലാ? 5 അല്ലേ? ഇത് മോളുണ്ടാക്കിയതാ അല്ലേ? ഇതെന്താ? ഇത് മാലല്ല. ഇതൊക്കെയാ മാലല്ല. ഇതാ? ഓക്കെ. ഇത് കഴിച്ച അല്ലേ? സ്മാർട്ട്. ഗുഡ്. ഇതാര് ചെയ്ത്? ആര് ചെയ്തത്? ആരത്? വന്നിട്ടില്ലേ? ഇതാരാണ് മോള? എന്താ പേര്? ഏത് ക്ലാസ്സാ? 7. വർക്ക് ചെയ്യാൻ കത്തുവോ? ചെയ്. എന്താ പേര്? അബ്ദുള്ള. ദേവനന്ദി. ഇതാണോ ഉണ്ടാക്കിയ? എന്താ ഇത്? എങ്ങനെ
എങ്ങനെയാ വർക്ക് ചെയ്യത്? ഓക്കെ 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 ഓക്കെ. എങ്ങനെ ഇപ്പം അത് രണ്ട് സ്വിച്ചിലും വർക്ക് ചെയ്യും അല്ലേ? ഓക്കെ. എന്താ പേര് മോൻ്റെ? ഏത് ക്ലാസ്സിലാ? ഗുഡ്, വെരി ഗുഡ്. ഗുഡ് ബൈ. ഗുഡ് ബൈ. ഇതാരുണ്ടാക്കിയ? ആ. മോളേത് ക്ലാസ്സിലാ? യു? എന്താ പേര് മോളെ? ജയലക്ഷ്മി. ഏത് ക്ലാസ്സിലാ? ഹൃദ്യലക്ഷ്മി. ഗുഡ്. ഏത് ക്ലാസ്സിലാ? ഓക്കെ. ഇല്ല, ഏത് ടൈപ്പ് ഓഫ് ഇതാ പെയിന്റ്? എന്താ പേര് മോളെ? മോളെ പേരെന്താ? പൊട്ടാറ്റോ. നന്ദന. ഏത് ക്ലാസ്സിലാ? ഓക്കെ, ഗുഡ്. നന്നായിട്ട് കേട്ടോ, നന്നായിട്ട് കേട്ടോ മോള്. ഗുഡ് ഗുഡ്. യാ ഫാന്റാസ്റ്റിക്, സൂപ്പർ. എന്താ പേര് മോളെ? ഏത് ക്ലാസ്സിലാ? ഗുഡ് ഗുഡ് ഗുഡ്, നൈസ്. എന്താ പേര്? ഏത് ക്ലാസ്സിലാ? ഗുഡ്, നന്നായിട്ട് കേട്ടാ. എന്താ പേര് മോൻ്റെ? ഏത് ക്ലാസ്സിലാ? ഗുഡ്, നന്നായിട്ട് കേട്ടാ. കീപ് ഇറ്റ് അപ്പ്. എന്താ പേര് മോളെ? ഏത് ക്ലാസ്സിലാ? ഓക്കെ, നന്നായിട്ടല്ലോ. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫാന്റാസ്റ്റിക്, സൂപ്പർ. എന്താ പേര് മോളെ? ഏത് ക്ലാസ്സിലാ? ആ, നന്നായിട്ട് കേട്ടാ, വെരി ഗുഡ്. ഓ, എംബ്രോയിഡറി. ഗുഡ്. ഏത് ക്ലാസ്സിലാ മോള്? എന്താ പേര്? ഓക്കെ, നന്നായിട്ട് കേട്ടാ. എന്താ പേര് മോളെ? ഏത് ക്ലാസ്സിലാ? നന്നായിട്ട് കേട്ടാ, സൂപ്പർ സൂപ്പർ. കീപ് ഇറ്റ് അപ്പ്. സൂപ്പർ പെയിന്റിംഗ്. എന്താ പേര് മോൻ്റെ? ഏത് ക്ലാസ്സാ? ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ്. നോ പ്രോബ്ലം, കീപ് ഇറ്റ് അപ്പ്. ഇതാര് ചെയ്തേ? ആ, എന്താ പേര്? ആ, ഏത് ക്ലാസ്? 7th അല്ലേ? ഓക്കെ. എന്താ പേര്? ജീനി. ഏത് ക്ലാസ്സിലാ? ഇവിടെ ഏത് ക്ലാസ് വരെ ഉണ്ട്? എന്താ പേര് മോളെ? ഏത് ക്ലാസ്സാ? 7 അല്ലേ? ഇതെന്താ അത്? മുള കൊണ്ടുള്ള ഒരു. എന്താ പേര്? ഓർക്കനെ പറയും. ഏത് ക്ലാസ്സാ? 5. നന്നായിട്ട് കേട്ടോ. എന്താ പേര്? ഏത് ക്ലാസ്സിലാ? 6.
സൂപ്പറായിട്ട് കേട്ടാ. കീപ് ഇറ്റ് അപ്പ്. യാ ഫാന്റാസ്റ്റിക്. യാ സൂപ്പർ. എന്താ പേര് മോളെ? ഏത് ക്ലാസ്സാ? ഗുഡ്. കൂടുതൽ ചെയ്തോളൂ കേട്ടാ. യാ സൂപ്പർ. എന്താ പേര് മോളെ? എത്രാം ക്ലാസ്സാ? 5. നന്നായിട്ട് കേട്ടാ. കൂടുതൽ ചെയ്തോളൂ കേട്ടാ. യാ കലക്കി. എന്താ പേര് മോളെ? ഏത് ക്ലാസ്സാ? ഓ ഗുഡ്. നന്നായിട്ട് കേട്ടാ. എന്താ പേര് മോളെ? ഏത് ക്ലാസ്സാ? ഓ നന്നായിട്ട് കേട്ടാ. സൂപ്പർ. എന്താ പേര് മോളെ? ഏത് ക്ലാസ്സാ? ആ നന്നായിട്ട് കേട്ടാ. ഇതാണോ മോള് ചെയ്തത്? ഏത് ക്ലാസ്സാ? അല്ലേ. ഓക്കെ ഗുഡ്. നന്നായിട്ട് കേട്ടാ. ചെയ്തോളൂ, ഇനി കൂടുതൽ ചെയ്തോളൂ കേട്ടാ. മോളെ പേര്? ശ്രീയ. ഏത് ക്ലാസ്സാ? 7. ഓക്കെ. ഓ കുറേ ചെയ്തിട്ടുണ്ടല്ലോ. മോളെ പേര്? ആ ഏത് ക്ലാസ്സാ? 6. നന്നായിട്ടല്ലോ. ഇതറിഞ്ഞത് അമ്പലത്തിൽ പോയോ? ഗുഡ് വെരി ഗുഡ്. എന്താ പേര് മോളെ? ഏത് ക്ലാസ്സാ? 7th. ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. ഗുഡ്. നന്നായിട്ട് കേട്ടാ. ഓ ദിസ് ഇസ് ആൾസോ. ഇത് മോളെ അല്ലേ? രഞ്ജിത. എന്താ പേര് മോളെ? ഏത് ക്ലാസ്സാ? ഓ ഗുഡ്. നന്നായിട്ട് കേട്ടാ. സൂപ്പർ. ഇത് മോളെ വർക്കാണോ? ഓ നന്നായിട്ട് കേട്ടാ. മോള് പറഞ്ഞല്ലോ അല്ലേ ഏത് ക്ലാസ് എന്ന് പറഞ്ഞേ? ഏത് പേര്? ഓക്കെ നന്നായിട്ട് കേട്ടാ. ഇത് പേര് മോളെ? ഏത് ക്ലാസ്സാ? സൂപ്പർ. നീ ചെയ്തതാ? യാ നന്നായിട്ട് കേട്ടാ. വഞ്ചി. ഇതും വഞ്ചിയാണ് ഇഷ്ടം. ഓക്കെ നന്നായിട്ട് കേട്ടാ. ബൈ. മാർവലസ്. വെരി ഫാന്റാസ്റ്റിക്. ആദിദേവ്. ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ്. ഇത് വളരെ നന്നായിട്ടുണ്ട്. ഈ നിന്റെ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ്. ഫാന്റാസ്റ്റിക്. എന്താ ഒരു സെൽഫി എടുത്തെന്നറിയോ? നീ ചെയ്ത വർക്ക് നന്നായിട്ടുണ്ട്. മനസ്സിലായ? മോൻ ചെയ്തത് നന്നായിട്ടുണ്ട് കേട്ടാ. ഗുഡ്. ചെയ്തോളൂട്ടാ. കൂടുതൽ നന്നായിട്ട് ചെയ്തോളൂട്ടാ. എന്താ പേര് മോളെ? ഏത് ക്ലാസ്സിലാ? ഈ സ്കൂളിന്റെ പേരെന്താ? ഓ ഗുഡ്. ആ ആര്? ഏതാ ടീച്ചറ്? സ്കൂളിന്റെ പേര്?
ചെയ് എങ്ങനെയത് ഏ എങ്ങനെ ചെയ്യാ? ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് വീഡിയോ. ചെയ് രണ്ടാളും ചെയ് നോക്കട്ടെ. വെയിറ്റ് നീങ്ങ്. ഗുഡ്. അതിലെന്തിട്ടുള്ള കാർബൈഡ് ആണോ? കാർബൈഡ്. ആ ഓ സാനിറ്റൈസർ ആണ് അല്ലേ? ആ തീ ആ അപ്പൊ ഇവിടെ നമ്മള് പേപ്പർ വെച്ച് ബ്ലോക്ക് ചെയ്യും അല്ലേ? മണം പോകാൻ. ഓക്കെ ഗുഡ് നൈസ്. എന്താ പേര് മോന്റെ? എഡ്വിൻ. ഏത് ക്ലാസ്സാ? 6. മോന്റെ പേര്? ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നേ? ആ ഓക്കെ. കൊരങ്ങനെ ഓടിപ്പിക്കാം അല്ലേ? സൗണ്ട് ഉണ്ടാക്കിയിട്ട് അല്ലേ? ഓക്കെ ഗുഡ് നൈസ്. എന്താ പേര് ടീച്ചറെ? നമ്മുടെ സ്കൂളിന്റെ പേരെന്താ? ഇവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? എത്രാം ക്ലാസ് വരെ ഉണ്ട്? 5, 6. ഇതിലിപ്പോ ഏത് സ്റ്റുഡൻസ് ഒക്കെ ഏത് കാറ്റഗറി എന്നാണ്? ഇപ്പൊ നമ്മള് ട്രൈബൽസ്, SC ST ട്രൈബൽസ് എല്ലാം ഉണ്ട് അല്ലേ? നമുക്ക് ഗവൺമെന്റ് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടോ? ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊന്നും ഇല്ല. 7ാം ക്ലാസ് വരെ നമുക്കുള്ളത് അല്ലേ? ഇപ്പൊ ടീച്ചർ ഏതാ എടുക്കുന്ന സബ്ജക്റ്റ്? മലയാളം. ഹെഡ് മിസ്ട്രസ് പ്രതാപ് സാർ അല്ലേ? ഓക്കെ ഗുഡ്. ഓക്കെ താങ്ക് യു. എന്താ പേര് മോളെ പേര്? ഗുഡ്. Yeah. Super. Ah, 1, 2, 3. Video pidiya. Ready? 1, 2, 3. Bema. Again. 1, 2, 3. Bema. Yeah. Nice.
ബിരിയാണി ആരുണ്ടാക്കി? ഓ ഓക്കെ ഗുഡ്. എന്താ പേര്? ഷിഹാബ്. കുക്കിംഗ് ആണോ മെയിൻ ജോലി? അല്ല ചെയ്യല്ലേ? നന്നായിട്ടുണ്ട്. കണ്ടാ നല്ല ഫീൽ ചെയ്തിട്ടുണ്ട്. അരോമ ഷിഹാബ് നമ്മുടെ പേരൻ്റാണ്, നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. ആരാ വൈസ് പ്രസിഡന്റ്? ആളാണോ? എന്റെ പേര് വൈസ് പ്രസിഡന്റ് അഫ്സൽ അല്ലേ? അഫ്സല് നന്നായിട്ടാ. ഗുഡ്. 200 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുമോ? ഗുഡ് മാഡം. എന്റെ പേര്? ഓ നന്നായിട്ടുണ്ട്. ഫുഡ് കണ്ടിട്ട് മനസ്സിലാവും, മണത്തിട്ട് മനസ്സിലാവും, രുചിച്ചിട്ട് മനസ്സിലാവും. കണ്ടിട്ട് ഇറ്റ് ഈസ് റിയലി ഫൈൻ. ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. എന്താ പേര്? ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആണോ? എന്താ സ്കൂളിന്റെ പേര്? ഓ ഗുഡ്. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഇവിടെ ഏത് എത്രാം ക്ലാസ് വരെ ഉണ്ട്? അപ്പർ പ്രൈമറി മാത്രം. നമുക്ക് ഗവൺമെന്റ് സഹായങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? സാലറി കിട്ടുന്നില്ല. ഇപ്പൊ ഈ കുട്ടികൾക്ക് ഡെയിലി ഫുഡ് ഉണ്ടോ ഇവിടെ? അപ്പോൾ അത് എവിടെ കിട്ടും നമുക്ക്? ഗവൺമെന്റ് സബ്സിഡി. മറ്റേ പബ്ലിക് മറ്റു രീതികളിൽ നമ്മളെ സഹായിക്കാറുണ്ടോ? ഇവിടെ ഏത് ടൈപ്പ് ഓഫ് കുട്ടികളാണുള്ളത്? മറ്റേ മീൻസ് ട്രൈബൽസ്, SSC അങ്ങനെ എല്ലാ കാറ്റഗറിയും ഉണ്ട്. ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇപ്പം ഇംഗ്ലീഷ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു മെയിൻ പ്രധാനമാണ്. ഇംഗ്ലീഷിനെ കോച്ചിങ് കൊടുക്കുന്നുണ്ട് അല്ലേ? മീഡിയം ആയിട്ട് തന്നെ നിങ്ങൾ? ഓക്കെ. ഈ വർഷം ഒരു പ്രത്യേകത, കഴിഞ്ഞ പ്രാവശ്യം 5 ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലേക്ക് 2 ഡിവിഷനിലേക്ക്. മറ്റേ സ്കൂളുകളൊക്കെ ആയിട്ട് വല്ല കോമ്പറ്റീഷൻ അങ്ങനെ നമ്മുടെ കുട്ടികൾ പോകാറുണ്ട്? ശാസ്ത്രമേള പോലും സബ് ജില്ലാ മത്സരത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇവിടെ മത്സരങ്ങൾ നടത്തി നല്ല കുട്ടികളെ കണ്ടെത്തി സബ് ജില്ലയിൽ 69 സ്കൂളുണ്ട്. ഇത്രയും കുട്ടികളെ കൂടെ പങ്കെടുപ്പിച്ചിട്ടുള്ളൊരു മത്സരമാണ്. കഴിഞ്ഞ പ്രാവശ്യം സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഓവറോൾ ആയിരുന്നു നമ്മള്. ഈ വർഷം സയൻസിലും എല്ലാം പിടിക്കാനുള്ള ഒരു മുന്നൊരുക്കമാണ് ശരിക്കും. ഗവൺമെന്റ് കേരള സർക്കാരിന്റെ ഇതനുസരിച്ചുള്ള വർക്കിംഗ് അല്ല, പക്ഷെ നമ്മൾ വർക്കിംഗ് ആക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യാം. ഇപ്പൊ കുട്ടികളെ നമ്മൾ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരുമോ അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമോ? അങ്ങനെ എന്താ? എല്ലാ കുട്ടികളെ വാഹന സൗകര്യത്തിലാണ് കൊണ്ടുവരുന്നത്. 2 ബസ് കൂടാണ്ട് 2 ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്. എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? 13 പേര്. എത്ര കുട്ടികളുണ്ട് ഇവിടെ? 182 കുട്ടികൾ പഠിക്കും. ഓക്കെ ഗുഡ്. താങ്ക് യു സാർ. എന്താ പേര് സാറിന്റെ? ജെയ്സൺ അല്ലേ? എവിടെയാ സ്ഥലം? ഏതിലാ വർക്ക് ചെയ്യുന്നേ? എൻക്വയർ അല്ലേ? പുൽപ്പള്ളി ഇവിടെ തന്നെയാണ് അല്ലേ? അപ്പൊ സാറിന് ശരിക്കും കുട്ടികളെ അടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗുഡ്. പേര്? രാജേഷ്. ഓക്കെ. ഇവിടെ കണ്ടപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ നല്ല ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടികളൊക്കെ തിരിച്ചു പോകുന്നു. അതെ. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു. പേര്? എൻ്റെ പേര് ജിമ്മി. ജിമ്മി ഏതിനെ റെപ്രസെന്റ് ചെയ്ത് വന്നല്ലോ ഇവിടെ? ഞാൻ ബെമേനെ റെപ്രസെന്റ് ചെയ്തു. ബെമേൻ്റെ സെക്രട്ടറി സ്ഥാനം റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ എന്താണ് ഇപ്പോൾ ഫംഗ്ഷൻ നടക്കണേ? ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്കൂൾ ബസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഏകദേശം 2-3 മാസം കൊടുത്താണ്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഹാൻഡ് ഓവർ ഫംഗ്ഷനായിട്ട് നമ്മൾ ബെമയുടെ എല്ലാ അംഗങ്ങളെയും കൂട്ടി വന്നു. ഓക്കെ ഗുഡ്. എത്ര കപ്പാസിറ്റി ഉള്ള വെഹിക്കിളാണ് കൊടുത്തുള്ളത്? 41 സീറ്റുള്ള സീറ്റിംഗ് കപ്പാസിറ്റി. ഇതിപ്പോൾ കുട്ടികളെ പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാനാണ്. എന്താ പേര്? ടോമി സെബാസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ സ്കൂളിൽ വന്നിട്ടുണ്ടല്ലോ, അതെന്താ നമ്മുടെ പർപ്പസ് എന്താ? നമ്മുടെ അഭിമാനമായ ബാംഗ്ലൂർ ഡിസ്ട്രിക്ട് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഒരു വണ്ടി സ്കൂളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി മേടിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു താക്കോൽദാന നിർവഹണത്തിന് ഈ കുട്ടികളോടൊത്ത് ഒരു ദിവസത്തെ ഉച്ചഭക്ഷണം മാറ്റി വന്നത്. അപ്പോൾ നമ്മുടെ ബെമ ഫാമിലിക്കാരെ എല്ലാവരും ഉണ്ട്. എല്ലാവരും അല്ല, ഒരു വണ്ടിക്ക് വരാവുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ? ഇപ്പം നമ്മൾ 45 പേരോളം ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൽ. ഇതേതാ സ്ഥലം? ഇത് മാനന്തവാടി അടുത്ത്
മയമ്പാടി. ഗവൺമെൻറ് യു പി സ്കൂൾ മൈനമ്പാടി. ഓക്കെ. ഇത് ഏത് സ്കൂളിൽ എങ്ങനെയാണ് ഇത് മറ്റേ ഈ ട്രൈബൽസ് അങ്ങനെയുള്ള കുട്ടികളാണ്? എല്ലാ കുട്ടികളും മറ്റേ പൂവറായിട്ടുള്ള സാമ്പത്തികമായിട്ട് ഗവൺമെൻറ് സ്കൂൾ. ഇവിടെല്ലാം പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. എല്ലാ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മളിവിടെ ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു എൻകോറുമായിട്ട് സഹകരിച്ച് ഒരു വണ്ടി നേരത്തെ കഴിഞ്ഞ വർഷം ഒരു വണ്ടി വാങ്ങി കൊടുത്തായിരുന്നു. ഓക്കെ. അപ്പോൾ അവർക്ക് ഒരു വണ്ടി കൊണ്ട് പറ്റത്തില്ല. ദൂരം കൂടുതലുണ്ട് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി. ഒരു ട്രിപ്പ് വന്ന് പോയിട്ട് വരാനുള്ള സമയമില്ലാത്തത് ആദിവാസി മേഖലയിലുള്ള കുട്ടികൾ അവരെ കൊണ്ടുവരാനാണ് പ്രധാനമായിട്ട് സ്കൂൾ വരുന്നത്. അതുകൊണ്ട് രണ്ടാമതൊരു വണ്ടി കൂടെ അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ എൻകോറ നന്നായിട്ട് സഹകരിച്ചു. അവർ ഫണ്ടിങ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ സഹകരിച്ചാണ് ശരിക്കും. ഇപ്പം നമ്മൾ ഏത് വണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്? ഇപ്പം ഐഷറിൻ്റെ വണ്ടിയാണ്. ഐഷറിൻ്റെ 36 സീറ്റിൻ്റെ വണ്ടിയാണ്. ഈ കൊടുക്കുന്ന ഇതാണോ വണ്ടി? നമ്മൾ ഈ വണ്ടിയാണോ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്? 18 P5486. ഇതാണ് ഇപ്പം നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം കൊടുത്ത വണ്ടിയാണോ മറ്റേത്? ആദ്യം കൊടുത്ത വണ്ടി മഹീന്ദ്രയുടെ വണ്ടിയാണ്. മഹീന്ദ്ര. ആ കിടക്കുന്നതാണോ? ആ കാണുന്നതാണോ? AN UP സ്കൂൾ. അത് നമ്മൾ ആദ്യം കൊടുത്തതാണ് അല്ലേ? ഓക്കെ, ഗുഡ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്താ പേര്? എൻ്റെ പേര് പവിത്രൻ. ആ. ബാംഗ്ലൂർ ഈസ്റ്റ് മലയാള അസോസിയേഷൻ്റെ ജമാ ചാരിറ്റബിൾ സൊസൈറ്റി അതിൻ്റെ പ്രസിഡൻ്റാണ്. ഓക്കെ. നമ്മൾ ഈ സ്കൂളിലേക്ക് ഒരു ബസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഓക്കെ. ഇവിടെ വന്നതാണ്. ആ, പ്രോഗ്രാം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കുട്ടികളെ കൂടെ കഴിക്കുന്നതാണ്. ഓക്കെ, ഗുഡ്. നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണോ വന്നിട്ടുള്ളത്? എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ നിന്ന്? നമ്മളൊരു 50 പേര്. 50 പേര് വന്നിട്ടുണ്ടല്ലേ? ഇത് ഈ സ്കൂള് എന്താ ഇത് മറ്റേ ട്രൈബൽസ് അങ്ങനെയുള്ള മറ്റേ രതീഷ എങ്ങനെ ഫുഡ്? സൂപ്പർ സൂപ്പർ. മാഡം ലുക്ക് മാഡം നല്ല ബിരിയാണിയാ? ഫൈൻ ഫൈൻ ഫൈൻ. കാര്യം ചെയ്യാം. പിന്നെ മണി മൈച്ചാങ് സ്നേഹദീപമേ
ശ്രദ്ധിക്കാം. നമുക്കിന്ന് കുറച്ച് അതിഥികൾ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുമായി കുറച്ച് സമയം നമ്മൾ പങ്കെടുക്കുകയാണ്. ഈ അവസരത്തില് ഏറ്റവും സന്തോഷമുള്ളൊരു സമയമാണ്. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളൊരു വാഹനവുമായിട്ട് കുട്ടികളെ വിദ്യാലയത്തിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോയിട്ട്, അതുപോലെ ഈ വർഷം കുറെ കംപ്ലൈന്റുകളായി 8 മണിയാകുമ്പോഴത്തേക്കും കുട്ടികളെ റെഡിയായി പോരണം. തിരിച്ചെത്തുന്നതിന് 5 മണി കഴിയുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായി. കുറച്ച് ടീച്ചറൊക്കെ ഇവിടെ വന്ന് ചേർന്ന കുട്ടികൾ തന്നെ ബുദ്ധിമുട്ട് പറഞ്ഞ അവസരത്തില് നമുക്ക് എന്തായാലും ഒരു വാഹന സൗകര്യം നമ്മുടെ വിദ്യാലയത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു താക്കോൽദാന ചടങ്ങാണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. അത് വളരെ അനുഗ്രഹമാണ്. നമ്മൾ ഈ ബുദ്ധിമുട്ട് അറിഞ്ഞ് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും 8:45 8:30 കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. വൈകുന്നേരം 4:30 4:45 ആവുന്നതിന് കൃത്യമായി വീട്ടിലെത്താനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ വിദ്യാലയം മാറി. ഇതൊക്കെ വീട്ടിൽ പ്രവർത്തിച്ച കുറെ നല്ല മനസ്സുകളുണ്ട്. ആ മനസ്സുകളെ നമുക്ക് നമ്മുടെ വിദ്യാലയത്തിന്റെ ഈ അവസരത്തില് ഓർക്കണം. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ കൊണ്ടിരിക്കുന്ന ജപിച്ചേനുണ്ട്, ടോമിച്ചേനുണ്ട്, ജെസിനുണ്ട്, ബാക്കി എല്ലാവരും അവരിലുള്ള ഒരു പരിചയമാണ്. എല്ലാവരെയും ഇവിടെ എത്തിയ എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, ഭാരവാഹികൾ എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒരു ഉദ്ഘാടന സെക്ഷൻ എല്ലാവരെയും കൂടെ ചേർന്ന് തിരികൊടുത്തിക്കൊണ്ട് ഒരു ഉദ്ഘാടനം നടത്തും. ബാക്കിയുള്ള ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, ടീച്ചർ അംഗങ്ങൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, ഇന്ന് ഇങ്ങനെയൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ബാംഗ്ലൂർ ഈസ്റ്റ് മലയാളി അസോസിയേഷൻ ബെമ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം ഒത്തിരി സന്തോഷമുണ്ട്. പ്രതാപ് സാർ പറഞ്ഞതുപോലെ ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിന്റെ പരിമിതികൾ, അതായത് കുട്ടികളെ സ്കൂളിൽ തിരിച്ചു പോകാനുള്ള പരിമിതികൾ പറയുകയും അത് എൻകോര എന്ന് പറയുന്ന ഒരു സ്ഥാപനം, എൻകോര ഇന്നോവേഷൻ ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അവരാണ് നമുക്ക് ഈ CSR ഫണ്ട് തന്നിരിക്കുന്നത്. അതിന്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജെയ്സണിലൂടെയുണ്ട്. ഇതിനു മുമ്പും ഒരു ബസ് കൊടുക്കുന്നതിന്റെ ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വേറൊരു സംഘടനയുമായിരുന്നു. ബെമ എന്ന് പറയുന്നത് വർഷങ്ങളായി ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്, ബാംഗ്ലൂർ ഈസ്റ്റ് മലയാളി അസോസിയേഷൻ. അപ്പം ഇതേപോലെ പല സന്നദ്ധ പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി ബെമയ്ക്ക് സാധിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണങ്ങളാണ് മെഡിക്കൽ ക്യാമ്പുകൾ, പാവപ്പെട്ട കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി അവരെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് ബെമയ്ക്ക് പല രീതികളിലുള്ള സഹായങ്ങൾ, അതല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ എത്തി കുട്ടികളുടെ ഭാഗമാകാനും അവരോടൊപ്പം ഈ നല്ലൊരു ഭക്ഷണം കഴിക്കുവാനും സാധിച്ചതിൽ ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും ഇതേപോലെ
നല്ല കാര്യങ്ങളുമായിട്ട് ഈ സ്കൂളിൽ വരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് വളരെ എല്ലാവർക്കും നമസ്കാരം. സ്കൂളിലേക്ക് നമ്മുടെ ബാംഗ്ലൂർ ചാരിറ്റബിൾ സൊസൈറ്റി നമ്മളൊരു ബസ് കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ വന്നത്. അതിന് നമ്മുടെ ഈ സ്കൂളിലെ പ്രതാപ് സാർ, ഈ സ്കൂളിലെ ബാക്കിയുള്ള എല്ലാ അധ്യാപകർക്കും ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും എൻ്റെ പേരിലും നമ്മുടെ അസോസിയേഷൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട ചെല്ലിച്ചേട്ടൻ ഗൗരിച്ചേട്ടനാണ്. 2 വർഷം സംസാരിക്കുന്നത് വളരെ സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വണ്ടി വാങ്ങി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്ന് ഇപ്രാവശ്യം നമ്മുടെ ഈ വണ്ടിയുടെ പരിപാടി വരയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷമാണ്. കാരണം ഇത്തരം കുട്ടികളെ വളരെ കഷ്ടപ്പാടുകൾ പഠിക്കുന്ന അധ്യാപകരായിരുന്നു. കാരണം കുട്ടികൾ കുറവാണ്. കുട്ടികൾ കുറവുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് സ്ട്രെങ്ത് പോയിട്ടുണ്ടെങ്കിൽ ഭാവി പോലും ദുരാസാരത്തിൽ സ്കൂളിൻ്റെ നിലവാരമുണ്ട്. അപ്പം നമ്മൾ ബാംഗ്ലൂർ കാണുന്ന സ്കൂളുകളെല്ലാം വളരെ ബൃഹത്തായ സ്കൂളുകളും കെട്ടിടങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഈ മെഡിക്കൽ സൗകര്യങ്ങൾ കണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കും. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യുവാൻ എന്തോരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്കൂളിന് വേണ്ടി ചെയ്യുന്ന താല്പര്യപ്പെടുമെന്ന് ഞാൻ ഓർക്കുകയാണ് സ്കൂളുകളോട്. പിന്നെ ടീച്ചേഴ്സ് എല്ലാ കുട്ടികൾക്കും ബാംഗ്ലൂർ സ്കൂളിൻ്റെ അസോസിയേഷൻ്റെ നന്ദിയും സുരക്ഷിതം അറിയിക്കും. ഇവിടെ വന്ന് കുട്ടികളെ കണ്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്. അത് മാത്രമല്ല എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഈ സ്കൂളിൻ്റെ സ്ത്രീക്ക് വേണ്ടി അവസരം തന്നത് നന്ദി. താങ്ക് യു. നമുക്ക് ഇവരോട് പറയാൻ പറ്റുന്ന ഏറ്റവും ഒരു വലിയ വാക്ക് എന്ന് പറയുന്നത് നന്ദി എന്നാണ്, അല്ലേ? കാരണം നമുക്കിവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. നമുക്ക് മറ്റ് CBSE വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ അവരെല്ലാം നല്ല ഫീസൊക്കെ കൊടുത്ത് സ്മാർട്ട് ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ അവിടെ അവരുടെ അവസരം കിട്ടിയപ്പോൾ ടീച്ചർക്ക് മനസ്സിൽ തോന്നി, എൻ്റെ മക്കളും ഒരിക്കൽ ഇത്തരം ഒരു ക്ലാസ് റൂമിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചാലോ, എൻ്റെ കുട്ടികളും ഇത്തരം ഒരു ക്ലാസ് റൂമിൽ ഇരിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. ജെയ്സൺ ചേട്ടനോട് ഞാനിങ്ങനെ അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ വളരെ താല്പര്യപൂർവ്വം നമുക്ക് ഒരു സ്മാർട്ട് ക്ലാസ് റൂമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി തന്നത് ചേട്ടനാണ്. അപ്പോ ഇവിടുത്തെ എല്ലാ മക്കളും പ്രൊജക്റ്റിലെ പാഠഭാഗങ്ങൾ കാണുമ്പോൾ ആ സമയങ്ങളിലെല്ലാം ഈശ്വരനോടൊപ്പം തന്നെ ജസ്റ്റിനോടൊരു നന്ദിയും കൂടി ആ സമയത്ത് പറയുകയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് നല്ല ബെഞ്ചും ഡെസ്കും ഇടയ്ക്ക് പോകാത്ത മോഡേൺ തരത്തിലുള്ള ബെഞ്ചും ഡെസ്കും എല്ലാം ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ മികവുകളായി ഞങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതെല്ലാം തന്ന് സഹായിച്ച അങ്ങനെയൊരു സഹായ മനസ്ഥിതിയുള്ള ജെയ്സൺ ചേട്ടനും കമ്പനിക്കും, അതുപോലെ തന്നെ ഈ കൂടെ വന്ന ഇത്തരം ഒരു സഹായത്തിനും കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഇത്രയും പിന്നാക്കമായി